ഒരു നാട്ടിലെ ജനങ്ങൾ അപ്പാടെ അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഒരു ദിവസം രാവിലെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ അഭയം തേടിയാലോ? നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലെ എല്ലൂരു എന്ന ഗ്രാമത്തിൽ 2020 ഡിസംബറിലാണ് രാജ്യത്തെ നടുക്കിയ നിഗൂഢ രോഗം പടർന്നത്. എല്ലൂരു മിസ്റ്ററി ഇൽനസ് എന്ന പേരിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും ഇടം പിടിച്ച ഈ മഹാമാരി ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം പരിശോധിക്കുന്നത് കോവിഡ് മഹാമാരിക്ക് പിന്നാലെ രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ എല്ലൂരു മഹാമാരിയെ കുറിച്ചാണ്. കാർഷിക രംഗത്ത് പേരുകേട്ട എല്ലൂരു ഗ്രാമവാസികളിൽ 2020 ഡിസംബറിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നു. പ്രദേശവാസികൾ പലരും തലകറക്കം, ഛർദി, ബോധക്ഷയം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആയതോടെ പലരും സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ അഭയം തേടി. ഒരു വൈറൽ പനി എന്ന രീതിയിലാണ് ആശുപത്രി ജീവനക്കാർ ഈ സാഹചര്യത്തെ ആദ്യം നോക്കിക്കണ്ടത്. എന്നാൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങുകയും ആശുപത്രി നിറയുകയും ചെയ്തതോടെ വെറുമൊരു പനി എന്ന നിലയിൽ നിന്നും നിഗൂഢമായ മറ്റെന്തോ ഈ രോഗവ്യാപനത്തിന് പിന്നിലുണ്ടെന്ന സംശയം ശക്തമായി. വാർത്ത പ്രചരിച്ചതോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ മികച്ച ഉദ്യോഗസ്ഥർ എല്ലൂരിലേക്ക് കുതിച്ചു. രോഗവ്യാപനത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. അപ്പോഴേക്കും ആശുപത്രിയിലെ രോഗികളുടെ എണ്ണം 600 കവിഞ്ഞു. പ്രദേശത്തെ ജലാശയങ്ങൾ പരിശോധിക്കുകയാണ് വൈദ്യസംഘം ആദ്യം ചെയ്തത്. എന്നാൽ രോഗവ്യാപന സാധ്യത മുന്നോട്ട് വയ്ക്കുന്ന വൈറസുകളെയോ ബാക്ടീരിയകളെയോ സംഘത്തിന് കണ്ടെത്താനായില്ല. അങ്ങനെയാണ് പരിശോധനയുടെ 2ാം ഘട്ടത്തിലേക്ക് ഗവേഷകർ കടക്കുന്നത്. രോഗബാധിതരുടെ രക്തപരിശോധനയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾക്കാണ് മെഡിക്കൽ സംഘം സാക്ഷ്യം വഹിച്ചത്. കീടനാശിനിയുടെ അംശം, ലെഡ്, നിക്കൽ തുടങ്ങിയ മെറ്റലുകളുടെ സാന്നിധ്യം എന്നിവ രോഗികളുടെ ശരീരത്ത് സ്ഥിരീകരിച്ചതോടെ ഒരു നാട് മുഴുവൻ എങ്ങനെ ഈ വിപത്തിൽ അകപ്പെട്ടുവെന്ന വലിയ ചോദ്യം ഗവേഷകർക്ക് മുന്നിൽ ഉയർന്നു. ഇതിനിടെ എല്ലൂരിൽ നിന്ന് ശേഖരിച്ച ഭൂഗർഭ ജലസാമ്പിളുകളിൽ മെർക്കുറിയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ സാഹചര്യം കൂടുതൽ ഭയാനകമായി. കൂടുതൽ പരിശോധനകൾ നടന്നുവെങ്കിലും ഒരു നാടിനെ മുഴുവൻ വലച്ച ആരോഗ്യ പ്രശ്നത്തിന് കാരണം കണ്ടെത്താൻ മെഡിക്കൽ സംഘത്തിന് സാധിച്ചില്ല. ഇതോടെ രോഗവ്യാപനത്തിന് കാരണമായ വിവിധ നിഗമനങ്ങളിലേക്ക് എത്താൻ സംഘം പ്രേരിതരായി. കൃഷിക്ക് പേരുകേട്ട ഗ്രാമമാണ് എല്ലൂർ. അതുകൊണ്ട് തന്നെ കളനാശനത്തിനായി വ്യാപക കീടനാശിനി പ്രയോഗവും ഗ്രാമവാസികൾ നടത്താറുണ്ട്. രോഗവ്യാപനം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പും പ്രദേശത്ത് വ്യാപകമായ മഴ പെയ്തിരുന്നു. ഈ മഴയിൽ കൃഷിയിടത്തിൽ തളിച്ച കീടനാശിനി ജനവാസ മേഖലകളിലേക്ക് ഒഴുകി എത്തിയതാകാം. അല്ലെങ്കിൽ വ്യാപക വളപ്രയോഗത്തിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ പ്രദേശവാസികൾ ഭക്ഷണമാക്കിയതും രോഗവ്യാപനത്തിലേക്ക് നയിച്ചതായി ഗവേഷകർ വിലയിരുത്തി. എന്തായാലും രോഗബാധിതരിലെ ചികിത്സകൾ ഫലം കണ്ടു. ഏതാനും പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് സാധിച്ചു. 5 വർഷങ്ങൾ പിന്നിടുമ്പോഴും എല്ലൂരിലെ രഹസ്യം ആ ഗ്രാമത്തിൽ തന്നെ അവശേഷിക്കുകയാണ്. ശക്തമായ ഒരു മഴയാണ് തങ്ങളുടെ ഗ്രാമത്തെ മരണത്തിന്റെ പടിവാതിലിൽ എത്തിച്ചതെന്ന് നിരവധി പേമാരികളെ അതിജീവിച്ച ആ ഗ്രാമവാസികൾ ഇന്നും വിശ്വസിക്കുന്നില്ല. എന്തോ അദൃശ്യ ശക്തിയുടെ ഇടപെടലോ ഗ്രാമദേവതയുടെ ശാപമോ ആകാം ഈ മഹാവ്യാധിക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. എല്ലൂർ സംഭവത്തിന് പിന്നിലെ ശാസ്ത്രീയ തെളിവുകൾ പുറത്തു വരാത്തിടത്തോളം ഈ അന്ധവിശ്വാസങ്ങൾ, പ്രചാരണങ്ങൾ തുടരുക തന്നെ ചെയ്യും. വൈദ്യശാസ്ത്ര രംഗത്തെ ചുരുളഴിയാത്ത മറ്റൊരു രഹസ്യവുമായി വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി.